ഈ ഷോപ്പിംഗ് മാള് ഇവിടെ പണിത് ഉയർത്താൻ വേണ്ടി എന്നെപ്പോലെയും എൻ്റെ സഹപ്രവർത്തകനായ ജോയി ഷടാനന്ദൻ നായർ, ജോയിയോടും ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു പ്രൊജക്റ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കുറേ യൂട്യൂബർമാരും അതുപോലെ കപട പരിസ്ഥിതിവാദികളും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ വരരുത് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഒരു 150 കാറാണ് ഒരു ദിവസം ചെക്കിങ്ങിന് വന്നിരുന്നത്. മെയിനായിട്ട് കുറേ യൂട്യൂബർമാർ പുറത്തിറങ്ങി, അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരിറങ്ങി. അവരൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് കോഫി കുടിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേമാതിരി കൊച്ചിയിൽ ഞാൻ ഷോപ്പിംഗ് മോൾ പണിതപ്പോൾ അതിന് നഖശിഖാന്തരം എതിർത്ത ആളുകൾ മനോരമയുടെ ഒരു പരിപാടിയിൽ വന്ന് ബിരിയാണി തിന്നുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ഇവിടെ അവർ വരുന്നുണ്ടോ, കാപ്പി കുടിക്കുന്നുണ്ടോ, സെൽഫി എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദ മോസ്റ്റ് മെർസിഫുൾ, ദ മോസ്റ്റ് ബെനിഫിഷ്യൻറ്റ്, തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീ ആദിത്യവർമ്മ തമ്പുരാൻ, ഞാൻ പല സ്ഥലങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിലും പോയി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐ ബിലോങ്സ് ഫ്രം എ സ്റ്റേറ്റ് കേരള, സൗത്ത് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്നോടൊരു സ്റ്റുഡൻറ്റ് ലീഡ്സിലാണെന്ന് വെച്ച് തോന്നുന്നു, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്ത് ഒരുപാട് സ്വർണവും അതുപോലെ ഡയമണ്ട്സുമൊക്കെ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുവിതാംകൂർ രാജവംശം, രാജാക്കന്മാർ, പത്മനാഭസ്വാമി ദാസന്മാർ, ഈ രാജ്യത്തിന് എന്തെങ്കിലും അപകടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷാമം വരുമ്പോൾ ഇത് കൊടുത്ത് പാവപ്പെട്ടവരെയും അശരണരെയും പ്രജകളെയും രക്ഷിക്കാൻ വേണ്ടി അവരങ്ങനെ സ്വരുക്കൂറ്റി വെച്ചതാണ്, റിസർവ് ചെയ്തതാണ്. അതാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ മഹത്വം. ആ രാജകുടുംബാംഗമാണ് എൻ്റെ സുഹൃത്ത് ശ്രീ ആദിത്യവർമ്മ. ഡോക്ടർ രാജ്മോഹൻ സാറായിട്ട് ഞാൻ ഒരുപാട് ബന്ധമാണ്. കൊല്ലങ്ങളോളമായിട്ട് 10-25 കൊല്ലം മുമ്പ് 26 കൊല്ലത്തോളമായുള്ള ബന്ധവും അടുപ്പവും സ്നേഹവും രാജ്മോഹൻ സാർ ഞാനുമായിട്ടുണ്ട്. ആ ബന്ധം അന്നും ഇന്നും എപ്പോഴും നിലനിർത്തിപ്പോരുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ. അതുപോലെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി, അവശർക്കും അശരർക്കും നിരാലംബർക്കും ഭക്ഷണം കൊടുത്ത് ദൈവപ്രീതി നേടുന്ന, ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കാണുകയും കേൾക്കുകയും അവർക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്ന മഹാനായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി. ഇസ്ലാം പറയുന്നു, ബഹുമാനപ്പെട്ട മൗലവി ഇവിടെയുണ്ട്. ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ ഒഴികെ ഞങ്ങൾ അള്ളാഹുവിനെ വിളിച്ചാരാധിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഒഴികെ വേറെ ആരെയും വിളിച്ചാരാധിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയരുത്, നിങ്ങളവരെ താഴ്ത്തിക്കെട്ടരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മൗലവി മഹാനായ പണ്ഡിതനാണ്, ആത്മീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാതെ അപ്പോൾ അത് ശരിക്ക് ആ കാര്യങ്ങൾ സ്വാമി ഗുരുരത്നം, ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അവിടെ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സ്വാമി ഗുരുരത്നം. അതുപോലെ പാളയം ഇമാം VP സുഹൈബ് മൗലവി, അദ്ദേഹം മോഡറേറ്റ് ഇസ്ലാമാണ്. കാരണം ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാട് ലോകരിലേക്ക് അറിയിച്ചു കൊടുക്കുന്ന, അത് പണ്ഡിതോചിതമായി അറിയിച്ചു കൊടുക്കുന്ന വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇസ്ലാം പറഞ്ഞ സെക്യുലറിസം, അന്യ സ്നേഹവും സാഹോദര്യവും സമത്വവും
അതിലുപരി മധ്യസ്ഥരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സുഹൈബ് മൗലവി. അതുപോലെ എൻ്റെ ആത്മസുഹൃത്ത് രഘുചന്ദ്രൻ നായർ, ചേംബർ ഓഫ് കൊമേഴ്സ്. ഈ ഷോപ്പിംഗ് മാള് ഇവിടെ പണിത് ഉയർത്താൻ വേണ്ടി എന്നെപ്പോലെയും എൻ്റെ സഹപ്രവർത്തകനായ ജോയി ഷഡാനന്ദൻ നായർ, ജോയിയോടും ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു പ്രൊജക്റ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കുറേ യൂട്യൂബർമാരും അതുപോലെ കപട പരിസ്ഥിതിവാദികളും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ വരരുത് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഒരു 150 കാറാണ് ഒരു ദിവസം ചെക്കിങ്ങിന് വന്നിരുന്നത്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകൻ ജോയിയും കൂടി ഇത്രയും മഹത്തായ ഒരു സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുത്തത്. ഞങ്ങൾ പതറിയില്ല, ഭയപ്പെട്ടില്ല, പേടിച്ചില്ല, മുന്നോട്ട് പോയി. കാരണം സത്യം നമ്മുടെ ഭാഗത്താണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് എപ്പോഴും സഹായവും സഹകരണവും, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലും ഞങ്ങളെ സഹായിച്ച വ്യക്തിത്വമാണ് എൻ്റെ സുഹൃത്ത് രഘുചന്ദ്രൻ നായർ. അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിനും എനിക്കും ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ജോയിയെ മറക്കരുത് മൂപ്പരെ. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഈ സ്ഥാപനം കെട്ടിപ്പൊക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പല നിലയ്ക്കും. മെയിനായിട്ട് കുറേ യൂട്യൂബർമാർ പുറത്തിറങ്ങി, അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരിറങ്ങി. അവരൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് കോഫി കുടിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേമാതിരി കൊച്ചിയിൽ ഞാൻ ഷോപ്പിംഗ് മോൾ പണിതപ്പോൾ അതിന് നഖശിഖാന്തരം എതിർത്ത ആളുകൾ മനോരമയുടെ ഒരു പരിപാടിയിൽ വന്ന് ബിരിയാണി തിന്നുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ഇവിടെ അവർ വരുന്നുണ്ടോ, കാപ്പി കുടിക്കുന്നുണ്ടോ, സെൽഫി എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ആളുകൾ ഈ രാജ്യത്തിൻ്റെ പ്രൊജക്റ്റുകളെ കല്ലുവെക്കുകയും ഇവിടെ അവശരും അശനരുമായ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വരുത്താതിരിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ മെയിനായിട്ട് കുറേ യൂട്യൂബർമാരാണ്. ഇപ്പം അതൊക്കെ കുറേ പോയിട്ട് ഇപ്പോൾ കുറച്ച് യൂട്യൂബർമാരേ ഉള്ളൂ. ഒരു യൂട്യൂബർ എഴുതി ഇയാൾ മരണപ്പെട്ടാൽ വരെ ഇയാളെപ്പറ്റി എനിക്ക് എഴുതാനുള്ള അവകാശമില്ല. അപ്പോൾ എഴുതണ്ട, വേറെയുള്ളവർ എഴുതിക്കോളും. അങ്ങനത്തെ അസൂയക്കാർ ഒരുപാട് ഈ രാജ്യത്തുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്നെ സഹായിച്ചത് ശ്രീ രഘുചന്ദ്രൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും എൻ്റെ സുഹൃത്ത് എബ്രഹാം തോമസ്. അദ്ദേഹം എപ്പോഴും നല്ല ബിസിനസ്സാണ്. എനിക്ക് സന്തോഷമാണ്. എപ്പോൾ ഞാൻ പോകുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലൂടെ പോകും. എപ്പോൾ നോക്കിയാലും അവിടെ ഫുള്ളാണ്. അതിൽ നമുക്ക് സന്തോഷമാണ്. കാരണം 2 റുപ്യ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്ത് രഘുചന്ദ്രൻ നായർ കൂടി നിന്ന് ഞങ്ങളെ സഹായിച്ച വ്യക്തിത്വമാണ്. മറ്റെൻ്റെ സഹപ്രവർത്തകരെ, ഓണം ഞാൻ എപ്പോഴും പറയും, ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമല്ല, ഇന്ത്യയുടെ ദേശീയ ഉത്സവമാണ്. ലോകത്തെവിടെ ഇന്ത്യക്കാരുണ്ടോ മലയാളികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗൾഫ് സ്ഥലങ്ങളിലും ഡസൻ കണക്കിന് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററുകളും കേരള സമാജങ്ങളും മലയാളി സമാജങ്ങളുമുണ്ട്. അവിടെയൊക്കെ മുഹമ്മദും രാഘവനും അഗസ്ത്യനും ഒരുമിച്ചിരുന്ന് ഓണമുണ്ണുന്ന ആരോഗ്യപരമായ അവസ്ഥ നമ്മൾക്കവിടെ കാണാൻ സാധിക്കും. എല്ലാ അസോസിയേഷനുകളിലും ഓണസദ്യകൾ ഉണ്ടാവാറുണ്ട്. അത് മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട് ഗൾഫിൽ. ശരിക്ക് ഓണസദ്യകൾ കൂടുതൽ ഉള്ളത് ഗൾഫിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. സൗദി അറേബ്യയിലായാലും കുവൈത്തിലായാലും ഖത്തറിലായാലും ബഹ്റൈനിലായാലും സുൽത്താനേറ്റ് ഓഫ് ഒമാനിലായാലും UAE-യിലായാലും എവിടെയൊക്കെ ഓണസദ്യകളുണ്ട്. അവിടേക്ക് ഇവിടെ നിന്നുള്ള പാചക വിദഗ്ധന്മാർ അവിടെ വന്ന് ഓണാഘോഷത്തിൽ പങ്കുകൊള്ളാറുണ്ട്. അവരുടെ പ്രിപ്പറേഷൻ, അപ്പോൾ അതൊരു ദേശീയ ഉത്സവമാണ്. ഞാൻ പോളണ്ടിൽ ചെന്നപ്പോൾ, വാർസോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയും ഓണാഘോഷമുണ്ടായിരുന്നു. എന്നെ വിളിച്ച് അവർ കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ എല്ലാ സ്ഥലത്തും ഓണാഘോഷമുണ്ട്. ഇന്ത്യക്കാരെവിടെയുണ്ടോ അവിടെയൊക്കെ ഓണാഘോഷമുണ്ട്. അതുതന്നെയാണ്. പിന്നെ തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഏരിയ
ഏറ്റവും നല്ല പായസം കിട്ടുന്നത് ഈ ഏരിയയിലെന്നാണ് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ 8 ടൈപ്പ് പായസം ടേസ്റ്റ് ചെയ്തെന്ന്. അപ്പോൾ കാര്യം ഷുഗർ കൂടും, പക്ഷേ എന്നിരുന്നാലും ഈ ഓണാവസരങ്ങളിൽ എല്ലാവരും പായസം കുടിക്കാം. അത് തിരുവനന്തപുരം ഏരിയയിലാണ് ആ പായസം ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എന്നാണ് പറയാറ്. അതുകൂടാതെ ആഘോഷിക്കുന്നതും കൂടുതൽ ഈ ഏരിയകളാണ് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ എപ്പോഴും പറയും പായസം തുടരുന്നു. അപ്പോൾ ഈ പായസം ഓണമെന്ന് പറഞ്ഞാൽ പായസം നമുക്ക് ഓർമ്മ വരാം. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകമായ രാജകീയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന തലസ്ഥാന നഗരിയുടെ പവിത്രമായ മണ്ണിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ ലുലു മാൾ രണ്ടും കൈനീട്ടിയാണ് ഇവിടുത്തെ ജനങ്ങളത് സ്വീകരിച്ചത്. അതാണ് എപ്പോഴും ഞങ്ങളുടെ പ്രൊജക്റ്റ്. 22,000 ആവറേജ് ആളുകളാണ് ഈ ഷോപ്പിംഗ് മാളിൽ ഞങ്ങളുടെ ഫിസിബിലിറ്റി സ്റ്റഡി അതിൻ്റെ ടീം വന്ന് സ്റ്റഡി ചെയ്തപ്പോൾ 20 മുതൽ ആദ്യം 6 മാസം 15, അത് കഴിഞ്ഞാൽ 22. അതാണ് അവരുടെ ഫിസിബിലിറ്റി സ്റ്റഡി. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് വലിച്ച് ദൂരക്കളഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ലൈഫിൽ റിസ്ക് എടുത്തവനാണ്. ഇപ്പോൾ 52,000 ആവറേജ് 52,000 പെർ ഡേ ആണ് ഇയർലി ആവറേജ്. ഇപ്പോൾ ഇക്കൊല്ലം അത് 60, കഴിഞ്ഞ കൊല്ലം തന്നെ ഈ പറയുന്നു 2025, ഇക്കൊല്ലം അത് 60,000 മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. നമ്മളെല്ലാവരെയും ഒന്നിനെയാണ് ആരാധിക്കുന്നത്. അപജാനന്തി മാം മൂഢാ മാനുഷം തരുമാശ്രിതം പരംഭാവമജാനന്ദ മാമഭൂത മഹേശ്വരം. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. റബ്ബുൽ ആലമീൻ, ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ ദൈവമാണെന്ന് അതെല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായൊരു ഓണം ഉണ്ടാവട്ടെ, വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാർക്കും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ സഹപ്രവർത്തകന്മാർക്കും പ്രത്യേകം എൻ്റെ ഓണാശംസകൾ. നിങ്ങൾ ഈ ചെയ്യുന്ന നല്ല പ്രവൃത്തി ദൈവം നിങ്ങൾക്കതിനുള്ള ഗുണം പ്രദാനം ചെയ്യട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.